വാഹനാപകടത്തിൽ നിത്യതയിലേക്ക് യാത്രയായ തൃശൂർ സ്വദേശിനി നവോമിയുടെ ഹൃദയം ഒഴികെയുള്ള 5 അവയവങ്ങൾ ദാനം ചെയ്യും. ഹൃദയം മെഡിക്കലി അൺസ്യൂട്ടബിൾ എന്നാണ് കേസോട്ടോ അറിയിച്ചിരിക്കുന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനം പരിമിതം എന്ന് എറണാകുളം ലിസി ആസ്പത്രിയിലെ ഡോക്ടർമാരും വ്യക്തമാക്കിയിട്ടുണ്ട്. നവോമിയുടെ ഹൃദയ വാൽവ് ദാനം ചെയ്യും. ശ്രീചിത്ര ആസ്പത്രിയായിരിക്കും വാൽവ് സ്വീകരിക്കുക. ഇതോടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ നടപടികളിൽ നിന്നും ലിസി ആസ്പത്രി പിന്മാറിയിട്ടുണ്ട്. നവോമിയുടെ ഒരു കിഡ്നി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരു കിഡ്നിയും കരളും കിംസ് ആസ്പത്രിയിലേക്കും നൽകും. ഈ മാസം 25-ന് പുലർച്ചെയായിരുന്നു തനിക്ക് ആദ്യമായി ലഭിച്ച ജോലിക്കായുള്ള യാത്രയിൽ അമ്മയോടും സഹോദരനോടും ഒപ്പമുള്ള ആ യാത്രയിൽ അപകടമുണ്ടാവുന്നത്. കാവടിയാറിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിനായി തൃശൂരിൽ നിന്നും വരുന്ന വഴിക്ക് കൊട്ടാരക്കരയിൽ വെച്ചായിരുന്നു അപകടം. നവോമിയും കുടുംബവും സഞ്ചരിച്ച കാറിൽ ലോറി ഇടിക്കുകയായിരുന്നു. പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം കിംസിൽ ചികിത്സയിലിരിക്കെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. പഠനത്തോടൊപ്പം കലാകായിക പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തിയിരുന്ന നവോമി ഖോ പ്ലെയർ കൂടിയായിരുന്നു. നടിമാരായ രജിഷ വിജയൻ, മമിത ബൈജു എന്നിവരോടൊപ്പം ഖോ എന്ന സിനിമയിലും നവോമി അഭിനയിച്ചിരുന്നു. മമിത ബൈജുവിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നവോമിയുടെ വിയോഗ വാർത്ത പങ്കുവച്ചിട്ടുമുണ്ട്. നവോമിയുടെ അമ്മയും സഹോദരനും ചികിത്സയിൽ തുടരുകയാണ്. ഇവർക്ക് വേഗം സൗഖ്യമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ സഹോദരിക്ക് അന്ത്യാഞ്ജലികൾ.